താമസ സ്ഥലത്ത് പൂട്ട് തല്ലിപ്പൊളിച്ച് അതിക്രമിച്ചു കയറി സാധന സാമഗ്രികൾ നശിപ്പിക്കുകയും പണം അപഹരിക്കുകയും ചെയ്തവർക്കെതിരെ പരാതി നൽകിയിട്ട് രാജാക്കാട് CI നടപടി സ്വീകരിക്കുന്നില്ലെന്ന പരാതിയുമായി വീട്ടുടമ. രാജാക്കാട് കൂനമ്മാക്കൽ സുഗതനാണ് പരാതിയുമായി രംഗത്തെത്തിയത്. എതിർകക്ഷികളായ പനച്ചിക്കുന്നിൽ ജെയ്മോൻ, കരിയിറമ്പിൽ അയ്യപ്പൻ എന്നിവർ ചേർന്ന് ഉപദ്രവിച്ചെന്നും ജാതിപ്പേര് വിളിച്ച് അധിക്ഷേപിച്ചെന്നും ഉപദ്രവിച്ചതിനെ തുടർന്ന് ഇടുക്കി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരിക്കുമ്പോൾ താമസിക്കുന്ന വീടിന്റെ പൂട്ട് തല്ലിപ്പൊളിച്ച് വിലപിടിപ്പുള്ള രേഖകളും സാധന സാമഗ്രികളും വലിച്ചു പുറത്തെറിഞ്ഞു കളഞ്ഞ് നശിപ്പിച്ചെന്നും ഭാര്യ റൂബിക്ക് ഏലത്തോട്ടത്തിൽ നിന്നും പണിക്കൂലിയായി കിട്ടിയ 10,000 രൂപ ബെഡിനടിയിൽ നിന്നും മോഷ്ടിച്ചുവെന്നും ഇക്കാര്യങ്ങൾ കാട്ടി രാജാക്കാട് CIക്ക് കഴിഞ്ഞ 28-ന് പരാതി നൽകിയിട്ട് പരാതിക്കാരനെ വിളിപ്പിക്കാൻ പോലുമുള്ള നടപടി എടുത്തിട്ടില്ല എന്നാണ് സുഗതൻ പറയുന്നത്. പാവപ്പെട്ടവർക്ക് ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ആ പരാതിക്കാരനെ വിളിക്കുന്നതിന് പോലും മനസ്സ് കാണിക്കാത്ത ഈ പോലീസിനെതിരെ മറ്റ് നിയമ നടപടിക്ക് ഞാൻ പോകുന്നുണ്ട്, പരാതി കൊടുത്തിട്ടുമുണ്ട്. ഇതിൻ്റെ പുറകിൽ 8ാം വാർഡ് മെമ്പർ ജോഷിയാണ് ഈ അയ്യപ്പനെ സഹായിച്ചുകൊണ്ടിരിക്കുകയും ഈ CIയെ സഹായിക്കുകയും ചെയ്യുന്നു. വാർഡ് മെമ്പർ ജോഷിയോട് പരാതി പറഞ്ഞിട്ട് വീട്ടുടമയായ അയ്യപ്പനുമായി സംസാരിക്കാമെന്ന് പറഞ്ഞ് ഒഴിവാക്കുകയായിരുന്നുവെന്നുമാണ് പരാതി. അയ്യപ്പന്റെ വീട് കഴിഞ്ഞ ആഗസ്റ്റ് 15 മുതൽ 11 മാസ എഗ്രിമെന്റിൽ വാടകയ്ക്ക് വാങ്ങിയതാണെന്നും 5,000 രൂപ അഡ്വാൻസ് നൽകിയിട്ടുണ്ടെന്നും നാളിതുവരെ വാടക കുടിശ്ശിക ഒന്നുമില്ലെന്നുമാണ് സുഗതൻ പറയുന്നത്. തനിക്ക് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കളക്ടർ, പട്ടികജാതി വികസന വകുപ്പ് മന്ത്രി, മനുഷ്യാവകാശ കമ്മീഷൻ എന്നിവർക്കും പരാതി നൽകിയിട്ടുണ്ടെന്നും പോലീസ് നടപടി വൈകുന്നതിനെതിരെ കോടതിയെ സമീപിക്കുമെന്നും അയ്യപ്പൻ രാജാക്കാട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സിറ്റി വിഷൻ, രാജാക്കാട്.